ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഗ്ലിസറിൻ സോപ്പ് ഒരു ഓണ്ടർപ്രണർ ആണെങ്കിൽ, അതായത് സോപ്പ് ഉണ്ടാക്കണ ഒരു സംരംഭകയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പലവിധ കാര്യങ്ങളും ഉണ്ട്. വെറുതെ ചുമ്മാ സോപ്പ് ബേസ് വാങ്ങിയിട്ട് എല്ലാവരും സോപ്പ് ഉണ്ടാക്കി കൊടുക്കണതിലുപരി നിങ്ങളൊരു നല്ലൊരു ഓണ്ടർപ്രണർ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്ത് ജ്യൂസ് ആഡ് ചെയ്യാം, എന്തെല്ലാം ജ്യൂസ് ആഡ് ചെയ്യാൻ പാടില്ല, ഓയിലി സ്കിന്നിന് ഏത് സോപ്പ് വേണം, ഡ്രൈ സ്കിന്നിന് ഏതെല്ലാം സോപ്പ് വേണം എന്നീ വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പയ്യെ ഇത് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഇന്നത്തെ വിഷയം സോപ്പ്. നിങ്ങളുടെ സോപ്പ് ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് സ്വിറ്റിങ് ഉണ്ടാവാറുണ്ടോ, വിയർക്കാറുണ്ടോ? ഇതാണ് മെയിൻ വിഷയം. അപ്പോൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് ഒരു ക്രേസാണ്, എൻ്റെ ഒരു പാഷനാണ് സോപ്പ്. അപ്പോൾ സോപ്പിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടാക്കാൻ നോക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം ചെയ്യാൻ സോപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. അതുകൊണ്ട് സോപ്പ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ വെറൈറ്റി ആക്കാമെന്ന് ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വിയർക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. LLP ഒരു 2 ml മുതൽ 5 ml വരെ 1 കിലോ സോപ്പ് ബേസിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.